പാഠം 785 തലയിലെ ഘടികാരം. ഇതെന്താ മണി 9 പോലും ആയിട്ടില്ലല്ലോ. അതിന് പിന്നെ റെഡി ആയി കഴിഞ്ഞു. എന്ത് പറ്റി? പോകുന്ന വഴി സഹദേവന്റെ വീട്ടിലേക്കൊന്ന് കയറണം. തഹസിൽദാർ എനിക്ക് തരാനായി കൊടുത്തുവിട്ട ഒരു ഫയൽ സഹദേവന്റെ കൈവശമുണ്ട്. അത് വാങ്ങണം. പോകുന്ന വഴി സഹദേവൻ സാറിന്റെ വീട്ടിൽ കയറണമെങ്കിൽ തന്നെ ഒരു 2 മിനിറ്റ് നേരത്തെ ഇറങ്ങിയ പോരെ. ഇപ്പോഴിതെന്തിനാണ്? അങ്ങനെയല്ല ഭാമേ, നമ്മൾ എല്ലാ കാര്യങ്ങളും വളരെ മുൻകൂട്ടി കാണണം. ഞാൻ ഫയൽ വാങ്ങാനായി സഹദേവന്റെ വീട്ടിലേക്ക് ചെല്ലുന്നു. അപ്പോ സഹദേവന്റെ ഭാര്യയും അവിടെ ഉണ്ടാകുമല്ലോ. അവർ എന്നെ കാണുന്ന പാടെ, മോഹനേഷ് സാർ വരണം, കയറിയിരിക്കണം, ഞാന് ഒരു ചായ എടുക്കാം എന്ന് പറഞ്ഞാലോ? പിന്നെ പറയാതെ പറയാനാണല്ലോ സാധ്യത. ചായ വേണ്ട എന്ന് ഞാൻ പറഞ്ഞാൽ അവർ കരുതും ഞാൻ നിന്നെ പോലൊരു അഹങ്കാരിയാണെന്ന്. ഈ ചായ വേണ്ട എന്ന് പറയുന്നത് എങ്ങനെയാണ് മോഹനേട്ട അഹങ്കാരമാവുന്നേ? അവരങ്ങനെ കരുതിയാലോ? ശരി ശരി ശരി. അപ്പൊ പിന്നെ ചായ കുടിക്കാൻ മാത്രമേ വഴിയുള്ളൂ. ചായ എടുക്കാനായി അവർ ഒരു 6 മുതൽ 10 വരെ മിനിറ്റ് എടുത്തേക്കാം. അതിനിടയിൽ ഞാൻ സഹദേവനുമായി സംസാരിക്കാനുള്ളതെല്ലാം സംസാരിച്ചിരിക്കും. പക്ഷേ സഹദേവന്റെ ഭാര്യ കൊണ്ടുവരുന്ന ചൂട് ചായ ഒരൊറ്റ വലിക്കാൻ കുടിക്കാൻ പറ്റൂ? പറ്റില്ല. അതിന് 5-6 മിനിറ്റ് എടുത്തിരിക്കും. ചുരുക്കി പറഞ്ഞാൽ സഹദേവന്റെ വീട്ടിൽ കയറുന്നത് മുതൽ ഞാൻ 14 മുതൽ 18 വരെ മിനിറ്റുകൾ വൈകാൻ സാധ്യതയുണ്ട്. അതൊഴിവാക്കാനാണ് ഞാൻ 20 മിനിറ്റ് നേരത്തെ ഇവിടെ ഇറങ്ങാൻ പോകുന്നത്. ഇത്രയധികം കണക്കൂട്ടി ജീവിക്കുന്ന മോഹനേട്ടൻ ഇങ്ങനെ വില്ലേജ് ഓഫീസറായിട്ട് ജീവിതം പാഴാക്കളയേണ്ട ഒരാളെയല്ല. മോഹനേട്ടൻ ഒരുപാട് ഉയരത്തിലെത്തേണ്ട ഒരാളാ. എത്തുമല്ലോ. ഇത്രയും ചെറിയ പ്രായത്തിൽ വില്ലേജ് ഓഫീസറായ ഞാൻ ഇനി തഹസിൽദാറാകും, ഡെപ്യൂട്ടി കളക്ടറാകും, കളക്ടറാകും. കളക്ടർ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കാര്യമല്ലല്ലോ. എന്റെ ഒരു കണക്കൂട്ടിൽ വെച്ച് കളക്ടർ എന്ന് പറയുന്ന പോലും മോഹനേട്ടന്റെ യോഗ്യതയ്ക്ക് അനുസരിച്ചൊരു സ്ഥാനമല്ല. കുറഞ്ഞ പക്ഷം റവന്യൂ സെക്രട്ടറി എങ്കിലും ആകേണ്ട ആളാണ് മോഹനേട്ടൻ. സർവീസിൽ നിന്ന് പിരിഞ്ഞ പിന്നെ രാഷ്ട്രീയത്തിലൊക്കെ ഒരു കൈ നോക്കി വേണമെങ്കിൽ റവന്യൂ മന്ത്രിയോ മുഖ്യമന്ത്രിയോ വരെ ആകാനുള്ള ആളാണ് മോഹനേട്ടൻ. നീ കളിയാക്കിയതാണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ ഇമ്മാതിരി പരിഹാസം കൊണ്ടൊന്നും എന്നെ തോൽപ്പിക്കാം എന്ന് നീ കരുതരുത്. ജീവിതത്തിൽ വളരെ വ്യത്യസ്തമായ കാഴ്ചപ്പാടുള്ള ആളാണ് കെ മോഹനേഷ് സാർ. അപ്പൊ കാര്യങ്ങൾ അങ്ങനെയൊക്കെ തന്നെ നടക്കട്ടെ. ഇന്ന് വൈകിട്ട് നാട്ടിൽ നിന്ന് ചെറിയച്ഛൻ വരുന്നു എന്ന് പറഞ്ഞ കാര്യം ഓർമ്മയുണ്ടോ എന്തോ? മിനിറ്റ് സെക്കൻഡ് വെച്ചൊക്കെ കണക്ക് കൂട്ടുമ്പോ ചെറിയച്ഛന്റെ കാര്യം മറന്നുപോയേക്കല്ലേ? ഒരിക്കലുമില്ല. ചെറിയച്ഛൻ വരുന്ന ബസ് ഇവിടെ എത്തുന്നത് 5:25-നാണ്. ബസ് സ്റ്റോപ്പിൽ നിന്ന് ചെറിയച്ഛൻ നടന്നാണ് വരുന്നതെങ്കിൽ 11 മിനിറ്റ് എടുക്കും ഇവിടെ എത്താൻ. അതല്ല ഓട്ടോറിക്ഷ പിടിച്ചാണ് വരുന്നതെങ്കിൽ 3 മുതൽ 4 മിനിറ്റ് വരെ ആകാം. എന്തായാലും ചെറിയച്ഛൻ ഇവിടെ എത്താൻ 5:28 കഴിഞ്ഞിരിക്കും എന്നുള്ളത് ഉറപ്പാ. ഞാൻ കൃത്യം 5 മണിക്ക് ഇറങ്ങിയാൽ 5:13 ഇവിടെ എത്തും. പിന്നെന്താ പ്രശ്നം? ഇനി എനിക്ക് ഒരു പ്രശ്നമില്ലല്ലോ. മോനോട് പോയിക്കോ. ശരി. എന്റെ പൊന്നോ, ഇതെന്തൊരു കണക്കൂട്ടലാണ്. ഇതിന് എന്നീറോടെ ശരിയാവോ? അതിന്റെ ഇടയിൽ പോണം. ഹലോ, രമേശ, നിന്റെ കാര്യം ഞാൻ പഞ്ചായത്ത് സെക്രട്ടറിയോട് പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാന്നാണ് ജോസഫ് സാർ പറഞ്ഞത്. അതെ 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 അതെ. നീ ഒരു 2 ദിവസം കഴിഞ്ഞ് എന്നെ വിളിക്ക്, നമുക്ക് നോക്കാടേ. ശരി ശരി ശരി. തേടിയ വള്ളി കാലി ചുറ്റി.
നമസ്കാരമുണ്ട് സാറേ. ഞാൻ സാറിനെ കാണാൻ വീട്ടിലോട്ട് വരികയായിരുന്നു. സാറൊന്ന് കുറച്ച് നേരത്തെയാണെന്ന് തോന്നുന്നു. അതെ, പോകുന്ന വഴി താലൂക്ക് ഓഫീസിലെ സഹദേവന്റെ വീട്ടിൽ നിന്ന് കയറണം. അതുകൊണ്ട് കുറച്ച് നേരത്തെ ഇറങ്ങിയത്. പിന്നെ സ്റ്റേറ്റ് ബാങ്കിൽ പുതിയ മാനേജർ വന്ന കാര്യം സാറിന് അറിയാലോ, ചന്ദ്രകുമാർ സാറ്. ഇന്നലെ ഞാൻ ബാങ്കിൽ ചെന്നപ്പോ ചന്ദ്രകുമാർ സാർ എന്റെ അടുത്ത് പറയുകയാണ്, കെ മോഹനയുടെ സാറിനെ ഒന്ന് പരിചയപ്പെടണമല്ലോ, സാറിന്റെ ഒരു അക്കൗണ്ട് ഫിക്സഡ് ഡെപ്പോസിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നന്നായിരുന്നു എന്നും പറഞ്ഞു. ഞാൻ പറഞ്ഞു സാറിനോടൊന്ന് സംസാരിച്ചതിന് ശേഷം ചന്ദ്രകുമാർ സാറിനെ വിളിക്കാമെന്ന്. തൽക്കാലം സ്റ്റേറ്റ് ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങാൻ കെ മോഹനേഷ് സാറിന് ഉദ്ദേശമില്ല. അത് മാത്രമല്ല, എന്റെ കയ്യിലുള്ള പണം സ്ഥിര നിക്ഷേപമായി സഹകരണ ബാങ്കിൽ ഇട്ടിരിക്കുകയാണല്ലോ. അപ്പൊ പിന്നെ സ്റ്റേറ്റ് ബാങ്കിൽ എങ്ങനെ പണം നിക്ഷേപിക്കാൻ പറ്റും? അല്ല, സഹകരണ ബാങ്കിന്റെ ഫിക്സഡ് ഡെപ്പോസിറ്റിന്റെ കാലാവധി കഴിയുമ്പോ അത് എടുക്കാമല്ലോ സാറേ. എന്തിന് ഉത്തമ? സ്റ്റേറ്റ് ബാങ്ക് സ്ഥിര നിക്ഷേപത്തിന് 10% പലിശയാണ് നൽകുന്നത്. ഇവിടുത്തെ സഹകരണ ബാങ്കിൽ 10.36% പലിശ കിട്ടും. അതായത് 100 രൂപയ്ക്ക് ഒരു വർഷം 36 പൈസ അധികമായി ലഭിക്കും. ആ 36 പൈസ ഞാൻ വെറുതെ കളയുന്നത് എന്തിനാണ്? അല്ല സാറേ, വെറും 36 പൈസയുടെ കേസല്ലേ ഉള്ളൂ, അതൊക്കെ ഇത്രയും വലിയ പ്രശ്നമാക്കണോ? ആണല്ലോ. 100 രൂപയ്ക്ക് 36 പൈസ എന്ന് പറയുമ്പോ 1,00,000 രൂപയ്ക്ക് 360 രൂപയാകില്ലേ? 360 രൂപയുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്റെ വീട്ടിലെ ഫോണിന്റെ 2 മാസത്തെ ബില്ല് 180 രൂപയാണ്. അതായത് മാസം 90 രൂപ. ചുരുക്കി പറഞ്ഞാൽ സ്റ്റേറ്റ് ബാങ്കിൽ പണം സ്ഥിര നിക്ഷേപമിടാതെ സഹകരണ ബാങ്കിൽ ഇട്ടാൽ 4 മാസത്തെ, അതായത് 2 തവണത്തെ ടെലിഫോൺ ബില്ലടയ്ക്കാനുള്ള പൈസ കിട്ടും. എന്റെ പൊന്നെ, ഇങ്ങനെയൊന്നും കണക്കൂട്ടാ എനിക്കറിഞ്ഞോളൂ സാറേ. ഇത് എന്തോന്ന് കണക്കൂട്ടല് സാറേ? ഉത്തമ, ജീവിതത്തിൽ നമുക്ക് വളരെ വ്യക്തമായ കണക്കൂട്ടലുകൾ ഉണ്ടാവും. സമയത്തിന്റെ കാര്യത്തിൽ, ദൂരത്തിന്റെ കാര്യത്തിൽ, പണത്തിന്റെ കാര്യത്തിൽ, ജോലിയുടെ കാര്യത്തിൽ, മറ്റുള്ളവരോടുള്ള ഇടപെടലിന്റെ കാര്യത്തിൽ, എല്ലാത്തിനും നമുക്ക് കണക്ക് കൂട്ടലുകൾ ആവശ്യമാണ്. എന്താ സാറേ? ഉത്തമനെ എന്റെ ഭാര്യ സത്യഭാമ അന്വേഷിച്ചിരുന്നു. എന്റെ ചെറിയച്ഛൻ ഇന്ന് വൈകിട്ട് വരുന്നുണ്ട്, എന്തൊക്കെയോ സാധനങ്ങൾ വാങ്ങാനുണ്ട് എന്ന്. ശരി സാറേ, ഞാൻ പോയി വക്കീലിനെ കണ്ടോളാം. പോവുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ പോണം. സമയം 9:14 ഭാമ കൃത്യം 9:57 കോടതിയിലേക്ക് പുറപ്പെടും. അതെന്തുകൊണ്ടെന്നാൽ 9:58 പുറപ്പെട്ടാൽ മാത്രമേ 10:15 അവൾക്ക് കോടതി അങ്കണത്തിൽ എത്താൻ പറ്റൂ. വീട്ടിൽ നിന്ന് കോടതി വരെയുള്ള ദൂരം 9 കിലോമീറ്റർ. അവളുടെ സ്കൂട്ടറിന്റെ ശരാശരി വേഗതയായ മണിക്കൂറിൽ 30 കിലോമീറ്റർ വേഗത്തിൽ പോയാൽ കോടതിയിലെത്താൻ 18 മിനിറ്റ് എടുക്കും. അതുകൊണ്ട് വേഗം പൊയ്ക്കോ. റോക്കറ്റ് വിടുന്ന ശാസ്ത്രജ്ഞന്മാർക്ക് പോലും ഇത്രയും കണക്കൂട്ടലുകൾ കാണൂല. എന്റെ പൊന്നേ, ഇനി ഇവിടെ നിന്ന എന്റെ കണക്കുകൂട്ടലുകൾ തെറ്റും. നമസ്കാരം വക്കീലേ. കൊള്ളാം, വക്കീല് ചെടിയൊക്കെ നനച്ചോണ്ടിരിക്കുന്നേ ഉള്ളൂ. മോഹനേഷ് സാർ പറഞ്ഞു വക്കീല് കോടതി പോകാൻ റെഡിയായി നിൽക്കുന്നതെന്ന്. എനിക്ക് കോടതി പോകാനുള്ള സമയം ആയില്ലല്ലോ ഉത്തമ, ഞാൻ 10 മണിയാകുമ്പോഴല്ലേ ഇറങ്ങുള്ളൂ. നാട്ടിൽ നിന്ന് ചെറിയച്ഛൻ വരുന്നു എന്നേ മോഹനേഷ് സാർ പറഞ്ഞുള്ളൂ. എന്താണ് വിശേഷം? അങ്ങനെ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല. ചെറിയച്ഛൻ ടൗണിൽ എന്തോ ആവശ്യത്തിന് വേണ്ടി വരുന്നതാ, അപ്പൊ ഇതുവഴി വരുന്നേ ഉള്ളൂ. മോഹനേട്ട പറഞ്ഞത് വെച്ചാണെങ്കിൽ ചെറിയച്ഛൻ 5:30 വരും, 6:00 പോവുകയും ചെയ്യും. അയ്യോ, അപ്പൊ ഇന്നലെ തിരിച്ചു പോവോ? പിന്നല്ലാതെ. ചെറിയച്ഛന്റെ നാട്ടിൽ ഒരുപാട് കൃഷിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. 4-5 പശുക്കള്, കോഴികള്, ഇതിനെയൊക്കെ നോക്കുന്ന ചെറിയച്ഛന്. ഒരു ദിവസം പോലും ചെറിയച്ഛൻ അവിടെ നിന്ന് മാറി നിൽക്കാൻ പറ്റില്ല. ചെറിയച്ഛൻ വരുന്ന പ്രമാണിച്ച് എന്തൊക്കെയോ വാങ്ങണമെന്ന് മോഹനേഷ് സാർ പറഞ്ഞപ്പോഴേ ഞാൻ വിചാരിച്ച് ചെറിയച്ഛൻ ഒരാഴ്ച കഴിഞ്ഞേ പോവുള്ളൂ. സാധാരണ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ വിശേഷിച്ച് എന്തെങ്കിലുമൊക്കെ വാങ്ങാൻ സാർ അങ്ങനെ പറയാറില്ലല്ലോ. മറ്റുള്ള അതിഥികളെ പോലെയല്ല ചെറിയച്ഛൻ. മോഹനേട്ടന് ഈ ലോകത്ത് ഏറ്റവും ബഹുമാനമുള്ള ആളാണ് ഈ ചെറിയച്ഛൻ. ആള് ഭയങ്കര ഗാന്ധിയന്, പരിസ്ഥിതി സ്നേഹിയുമാണ്. പറഞ്ഞു വരുമ്പോ മോഹനേട്ടനെ പോലെ തന്നെ. സത്യം പറഞ്ഞ ഈ ചെറിയച്ഛന്റെ സ്വാധീനം ഒന്നുകൊണ്ട് മാത്രമാ മോഹനേട്ടൻ എങ്ങനെയായത്.
ഓ അപ്പൊ അതാണ് കാര്യം. ചുമ്മാ അതല്ല, ചെറിയച്ഛനെ പറ്റി പറഞ്ഞപ്പോ മോഹനേരി സാറിന്റെ മുഖത്തൊരു പ്രകാശം ഉണ്ടായത്. അപ്പൊ എന്തൊക്കെയാണ് വക്കീലെ വാങ്ങാനുള്ളത്? ഓ, ചെറിയച്ഛൻ വരുന്നത് 5:30 മണിക്കല്ലേ? അപ്പോ ചായയും എന്തെങ്കിലും ഒരു പലഹാരം കൊടുത്താലും മതി. പുഷ്കറിന്റെ ബേക്കറി പോയി എന്തെങ്കിലും ഒന്ന് വാങ്ങിക്കൊണ്ട് വന്നാൽ മതി. ഓക്കെ, ശരി, ആയിക്കോട്ടെ. ഞാനേ ഒരു 4:30 കഴിയുമ്പോ വന്നാ മതിയല്ലേ? മതി മതി. പക്ഷേ ഉത്തമൻ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, പുഷ്കറിന്റെ ബേക്കറിയിൽ നിന്നും ഇവിടെ വരെ 1.5 കിലോമീറ്റർ ദൂരമുണ്ട്. നമ്മുടേതുപോലുള്ള നാട്ടിലെ റോഡിൽ ഉത്തമന്റെ സ്കൂട്ടറിന് കിട്ടുന്ന പരമാവധി വേഗത മണിക്കൂറിൽ 35 കിലോമീറ്റർ ആയിരിക്കും. അതായത് പുഷ്കറിന്റെ ബേക്കറിയിൽ നിന്നും 4:27 പുറപ്പെട്ടാലേ ഉത്തമൻ 4:30 ഇവിടെ എത്തുകയുള്ളൂ. ഇനിയിപ്പോ ഉത്തമൻ വരുന്ന വഴി സ്കൂട്ടർ കേടാവുകയോ ഒരു പട്ടി കുറുകെ ചാടി ഉത്തമൻ സ്കൂട്ടറുമായി തലകുത്തി വീഴുകയോ ചെയ്താൽ അവിടെ നിന്നും നടന്നു വരേണ്ടി വരും. നടന്നു വരാൻ ഏതാണ്ട് 12 മിനിറ്റ് വേണ്ടി വരും എന്നുള്ളതുകൊണ്ട് ആ സാധ്യത മുൻകൂട്ടി കണ്ട് ഒരു 4:18 പുഷ്കറിന്റെ ബേക്കറിയിൽ നിന്നും പുറപ്പെടുന്നതല്ലേ നല്ലത്? അടച്ചോ. ഞാൻ വില്ലേജ് ഓഫീസർക്ക് ചെറുതായിട്ടൊന്ന് പഠിച്ചു നോക്കിയല്ലേ. ഈ കണക്കൂട്ടലിലാണല്ലോ മനുഷ്യന്റെ ജീവിതം ഇരിക്കുന്നത്. രാമൻകുട്ടി, ഇവിടേക്ക് വരൂ. രാമൻകുട്ടിയെ ഞാനൊന്ന് കാണാനിരിക്കായിരുന്നു. എന്താ സാറേ? രാമൻകുട്ടി ദിവസവും വെള്ളമടിച്ച് വീട്ടിൽ ചെന്ന് ദിവാകരൻ ചേട്ടനെ ചീത്ത വിളിക്കുമല്ലേ? എന്നാര് പറഞ്ഞു സാർ? കണ്ടാ പറയില്ല, നാട്ടുകാർ പലതും പറഞ്ഞ് ഞാൻ അറിഞ്ഞു. ഇന്നലെ വൈകിട്ട് ദിവാകരൻ ചേട്ടനെ വഴിയിൽ വെച്ച് കണ്ടപ്പോ ദിവാകരൻ ചേട്ടനും പറഞ്ഞു. അല്ല സാറേ, അത് പിന്നെ രാമൻകുട്ടി, അച്ഛനെയും അമ്മയും മാത്രമല്ല, നമ്മളെക്കാൾ പ്രായം കൂടിയ എല്ലാവരെയും ബഹുമാനിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. കാരണം നാളെ നമുക്കും പ്രായമാണ്. അപ്പോ മറ്റുള്ളവർ നമ്മളെ ബഹുമാനിക്കണ്ടേ? ഇനിയെങ്കിലും അച്ഛനോട് നന്നായിട്ട് പെരുമാറും. അതല്ല വീണ്ടും കള്ള് കുടിച്ച് പാവപ്പെട്ട ദിവാകര ചേട്ടന്റെ മുകളിൽ കുതിര കയറാനാണ് പരിപാടിയെങ്കിൽ സംഭവം ഞാൻ പോലീസിൽ അറിയിക്കും. പോലീസുകാർ രാമൻകുട്ടിയെ പൊക്കിക്കൊണ്ടുപോയി ഇടിക്കും. അതിനുള്ള അവസരം ഉണ്ടാക്കണോ? വേണ്ട സാർ. അപ്പൊ ശരി, രാമൻകുട്ടിയോട് ഞാനിപ്പോ സംസാരിച്ചത് 1.5 മിനിറ്റാണ്. ഞാൻ നടന്നു വന്ന വേഗത്തിൽ 1.5 മിനിറ്റ് കൊണ്ട് എനിക്ക് 230 മീറ്റർ കൂടി നടക്കാമായിരുന്നു. 9:58 വില്ലേജ് ഓഫീസിൽ എത്തണമെങ്കിൽ ഇനി ഞാൻ മണിക്കൂറിൽ 7.5 കിലോമീറ്റർ വേഗത്തിൽ നടക്കേണ്ടി വരും. മനസ്സിലായോ? ഇല്ല. സ്കൂളിൽ പോയ കാലത്ത് കണക്ക് പഠിക്കാത്ത ദോഷം. സഹദേവന്റെ വീട്ടിലേക്ക് എന്താണ് ഈ പറഞ്ഞോണ്ട് പോകുന്നത്? എന്തെങ്കിലും ആവട്ടെ. ഹലോ. വക്കീലെ, ഞാൻ ദിനേശനാ. ദിനേശ് വില്ലേജ് ഓഫീസിൽ പോയില്ലേ? ഇല്ല വക്കീലെ, രാവിലെ വേറെ 1-2 അത്യാവശ്യം ഉണ്ടായിപ്പോയി. ഇപ്പോഴത് കഴിഞ്ഞത്. കഷ്ടമാണ് ദിനേശ. ദിനേശിന് വേണ്ടി എത്ര കാല് പിടിച്ചിട്ടാ മോഹനേട്ടനെ കൊണ്ട് ഞാൻ സമ്മതിപ്പിച്ചെന്നറിയാമോ? ഇന്ന് രാവിലെ 10:30 വില്ലേജ് ഓഫീസിലേക്ക് വന്നോളാം മോഹനേട്ടൻ സമ്മതിച്ചതുമാണ്. എന്നിട്ടും ദിനേശൻ പോയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കഷ്ടം തന്നെയല്ലേ? അല്ല, ഞാനിപ്പോ വില്ലേജ് ഓഫീസിലേക്ക് പോവാണ്. വക്കീലൊന്ന് വിളിച്ചു പറയോ? ഇനി ഞാൻ പറയുന്നു, ഞാൻ പറഞ്ഞ പ്രശ്നം ഉണ്ടാവില്ല. അല്ല, അത് ദിനേശ, മണി ഇപ്പൊ 1 കഴിഞ്ഞു. രാവിലെ 10:30 ചെല്ലാൻ പറഞ്ഞ ദിനേശൻ ഉച്ചയ്ക്ക് 1 മണിക്ക് ചെന്നിട്ടുണ്ടെങ്കിലേ നല്ല രസമായിരിക്കും. തലയിലെ ക്ലോക്കുമായിട്ട് നടക്കുന്ന ആളാണ് വില്ലേജ് ഓഫീസർ. അല്ല വക്കീലെ, മനുഷ്യന്റെ കാര്യമല്ലേ, കുറച്ച് താമസം എന്നൊക്കെ ഇരിക്കും. ഈ 2.5 മണിക്കൂർ എന്ന് പറയുന്നത് അത്ര വലിയ താമസമാണോ? എന്താ വക്കീലെ? 2.5 മണിക്കൂർ എന്നല്ല, 2.5 മിനിറ്റ് ആയപ്പോലും വില്ലേജ് ഓഫീസർ സമ്മതിച്ചു തരില്ല. 2.5 സെക്കൻഡ് ആയിരുന്നുവെങ്കിൽ നമുക്കൊന്ന് തർക്കിച്ചു നോക്കാൻ വരും. എന്തായാലും ദിനേശനോടുള്ള പരിചയം വെച്ച് ഞാൻ പറയാ, ഇന്ന് വില്ലേജ് ഓഫീസിലേക്ക് പോവാതിരിക്കുന്നതാണ് ബുദ്ധി. 2.5 മണിക്കൂർ താമസം ഒരു താമസമാണോന്ന്, അതും വില്ലേജ് ഓഫീസർ കെ മോഹനകൃഷ്ണനോട്. ചായ എടുക്കാനായി അവർ ഒരു 6 മുതൽ 10 വരെ മിനിറ്റ് എടുത്തേക്കാം. അതിനിടയിൽ ഞാൻ സഹദേവനുമായി സംസാരിക്കാനുള്ളതെല്ലാം സംസാരിച്ചിരിക്കും. പക്ഷേ സഹദേവന്റെ ഭാര്യ കൊണ്ടുവരുന്ന ചൂട് ചായ ഒരൊറ്റ വലിക്കാൻ കുടിക്കാൻ പറ്റൂ? പറ്റില്ല.
അതിന് 5 6 മിനിറ്റ് എടുത്തുനിന്നിരിക്കും. ചുരുക്കി പറഞ്ഞാൽ സഹദേവന്റെ വീട്ടിൽ കയറുന്നത് മുതൽ ഞാൻ 14 മുതൽ 18 വരെ മിനിറ്റുകൾ വൈകാൻ സാധ്യതയുണ്ട്. അതൊഴിവാക്കാനാണ് ഞാൻ 20 മിനിറ്റ് നേരത്തെ ഇവിടെ ഇറങ്ങാൻ പോകുന്നത്. ദിനേശൻ അറിയില്ലല്ലോ വില്ലേജ് ഓഫീസറുടെ സ്വഭാവം. പാവം. സാർ, ആ സുഗുണം കാണാൻ വന്നിരിക്കുന്നു. ഏത് സുഗുണൻ? മെനഞ്ഞാന്ന് കൈവശാവകാശ സർട്ടിഫിക്കറ്റ് അപേക്ഷ തന്നില്ലേ, ആ സുഗുണൻ. പോയിട്ട് ഉച്ച കഴിഞ്ഞ് വരാൻ പറയൂ. ഇന്ന് തന്നെ സർട്ടിഫിക്കറ്റ് കൊടുത്തേക്കാം. അല്ല, അവനെന്തോ തിരക്കൊണ്ട് ഇപ്പൊ തന്നെ കിട്ടണമെന്നാ പറയുന്നത്. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? മെനിങ്ങാനാണ് അപേക്ഷ തന്നത്. അപേക്ഷ കിട്ടിയാൽ 3 ദിവസത്തിനകം സർട്ടിഫിക്കറ്റ് കൊടുക്കണമെന്നാണ് നമ്മുടെ വ്യവസ്ഥ. ഇന്ന് കൊടുക്കാതെ പറഞ്ഞല്ലോ. അല്ല സാർ, ശിശുപാല കാഞ്ചന പോയി സ്ഥലം കണ്ടത് ഇന്നാണ്. ഇനി എനിക്ക് രേഖകൾ പരിശോധിക്കണം. അതിന് കൃത്യം 55 മിനിറ്റ് എങ്കിലും എടുക്കും. അത് കഴിഞ്ഞ് തണ്ടർപേർ രജിസ്റ്ററുമായി ഒത്തുനോക്കണം. അതിന് 40 മുതൽ 45 വരെ മിനിറ്റ്. പിന്നെ സർട്ടിഫിക്കറ്റ് എഴുതി ഒപ്പിടാനായി ഒരു 7 മിനിറ്റ്. ആകെ 107 മിനിറ്റ്. ശരിയല്ലേ? ആയിരിക്കും സാർ. ഇപ്പോൾ സമയം 1:09. സുഗുണനോട് പോയിട്ട് കൃത്യം 3 മണിക്ക് വരാൻ പറയും. സാറ് എന്നെ വന്ന് അവനോട് പറയണം. ഞങ്ങൾ പറഞ്ഞിട്ട് അവൻ സമ്മതിക്കുന്നില്ല. ചേച്ചി എങ്ങനെയെങ്കിലും ഒന്ന് സഹായിച്ചേ പറ്റൂ. ഇല്ലെങ്കിൽ അച്ഛനെയും കൊണ്ട് ഇത്രയും ദൂരം ഞാൻ തിരിച്ചു വരണ്ടേ? ഇതൊന്നും എന്നോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. സാറ് സർട്ടിഫിക്കറ്റ് ഒപ്പിടാതെ എങ്ങനെ തരാൻ പറ്റും? നിങ്ങളുടെ സൗകര്യം മാത്രം നോക്കി സർട്ടിഫിക്കറ്റ് തരാൻ പറ്റില്ലല്ലോ സുഗുണ. ഇതൊരു സർക്കാർ ഓഫീസല്ലേ. എന്താ പ്രശ്നം? നമസ്കാരം സാർ. നമസ്കാരം. എന്റെ കൈവശാവകാശ സർട്ടിഫിക്കറ്റ് ഇന്ന് തരാമെന്ന് പറഞ്ഞിരുന്നു. അത് വാങ്ങാനാണ് ഞാൻ വന്നത്. സർട്ടിഫിക്കറ്റ് ഇന്ന് തരാമെന്നല്ലേ പറഞ്ഞുള്ളൂ. ഇന്ന് രാവിലെ തന്നെ തരാമെന്ന് പറഞ്ഞോ? ഇന്ന് രാവിലെയാണ് കാഞ്ചന നിങ്ങളുടെ സ്ഥലം നോക്കാൻ വന്നത്. ഇപ്പോ സകല കടലാസുകളും എന്റെ മേശപ്പുറത്തിരിപ്പുണ്ട്. ഇനിയിപ്പോ അതൊക്കെ ശരിയാണോ എന്നൊന്ന് പരിശോധിക്കണം. അതിന് ഒരു 1 മണിക്കൂറെങ്കിലും എടുക്കും. അത് കഴിഞ്ഞ് വില്ലേജ് രേഖകൾ ഒന്ന് ഒത്തു നോക്കണം. അതിന് കുറഞ്ഞ ഒരു 40 മിനിറ്റെങ്കിലും ചിലവാകും. എല്ലാം ശരിയാണെന്ന് ഉറപ്പുവരുത്തിയാൽ ഉച്ച കഴിഞ്ഞ് ഞാൻ സർട്ടിഫിക്കറ്റ് എഴുതി ഒപ്പിടും. നിങ്ങള് ഒരു 3 മണിയാകുമ്പോൾ പോകുന്നുള്ളൂ. 3 മണിക്ക് വരാൻ എനിക്ക് പ്രയാസമില്ല സാർ. ഞാനും അച്ഛനും കൂടെ ഒരാളെ കാണാൻ ഇറങ്ങിയതാ. അയാളെ 2 മണിക്ക് മുമ്പ് ചെന്നാലേ കാണാൻ പറ്റൂ. അയാളെ കണ്ടിട്ട് തിരിച്ചു വന്നാൽ മതിയല്ലോ. അപ്പോ സർട്ടിഫിക്കറ്റ് ചെയ്യാം. അതല്ല സാർ, അച്ഛനെയും കൊണ്ട് ഇത്രയും ദൂരം തിരിച്ചു വരണ്ടേ? ഇപ്പൊ സർട്ടിഫിക്കറ്റ് കിട്ടിയാ ഞങ്ങൾക്ക് അതുവഴി അങ്ങ് പോകാമായിരുന്നു. ഇല്ലെങ്കിൽ അച്ഛൻ വിഷമിക്കും. ഈ വെയിലത്ത് ബൈക്കിന്റെ പുറകെയിരുന്ന് ഒരുപാട് യാത്ര ചെയ്യാൻ വയ്യ സാറേ, അതുകൊണ്ടാ. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ഇതൊരു സർക്കാർ ഓഫീസല്ലേ. ഇവിടെ ചിട്ടപ്രകാരമേ എന്ത് നടക്കൂ. സാറൊന്നും മനസ്സ് വെച്ചാൽ കാര്യം നടക്കും. അങ്ങനെ മനസ്സ് വയ്ക്കാൻ പറ്റില്ല. സോണ ഒരു കാര്യം ചെയ്യൂ. അച്ഛനെ എവിടെ ഇരുത്തിട്ട് പോയിക്കോളൂ. ഇവിടെ ആകുമ്പോ വെയിലില്ല, ഫാനിന്റെ കാറ്റും ഉണ്ട്. ഒരു 3 മണിയാകുമ്പോ സർട്ടിഫിക്കറ്റ് വാങ്ങി അച്ഛനെയും കൂട്ടി പോയിക്കോളൂ. ഇവിടെ ഇരിക്കാൻ അമ്മാവന് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ ഞാനിവിടെ ഇരിക്കുന്നത് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടാവില്ലേ? ഒരിക്കലും. ഇത് ഒരു സർക്കാർ ഓഫീസാണ്. സർക്കാർ ഓഫീസ് എന്നാൽ ജനങ്ങളുടെ ഓഫീസ്. അപ്പോ ഒരു പൗരന് ഇവിടെ കുറച്ചു നേരം ഇരിക്കുന്നതിൽ ഞങ്ങൾക്ക് ആർക്കും യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ലല്ലോ. അച്ഛൻ ഇവിടെ ഇരിക്കാമോ? ഞാൻ ഇരുന്നോളാം. ശിശുവല്ല പ്രശ്നം തീർന്നല്ലോ. ആ മനുഷ്യൻ ഇരിക്കാൻ ഒരു സൗകര്യം ചെയ്തു കൊടുക്കും. ശരി സാർ. ആ, ദാ ഇവിടെ ഇരുന്നോളൂ. അച്ഛാ, ഞാൻ 3 മണിക്ക് വരാം. ആ, ദേ ഓ അച്ഛാ ഊണൊക്കെ കഴിച്ചാണല്ലോ. ഓ അച്ഛ ഊണ് കഴിച്ചിട്ടാ വന്നേ. ഓ ഓ ശരി അച്ഛാ, ഞാൻ പോയിട്ട് വരാം. ആ, നമസ്കാരം ഡോക്കിയില്ലേ. എന്തൊക്കെയാണ് ഞാൻ വാങ്ങിച്ചോണ്ട് വന്നിരിക്കുന്നത് നോക്കിയേ.
അതവിടെ നിക്കട്ടെ. 4:30 വരും ഉത്തമൻ എന്നോട് പറഞ്ഞിരുന്നത്. ഇപ്പൊ സമയത്രേ? അല്ല അത് പിന്നെ വക്കീലെ, എനിക്ക് പഞ്ചായത്ത് സെക്രട്ടറി ജോസഫ് സാറിനെ കാണേണ്ട ഒരു അത്യാവശ്യ കാര്യം ഉണ്ടായിരുന്നു. 3:45 അവിടെ ചെന്നതാണ്. പക്ഷെ ജോസഫ് സാറിനാണെന്നുണ്ടെങ്കിൽ മുടിഞ്ഞ തിരക്ക്. 5 മിനിറ്റ് 10 മിനിറ്റ് എന്നൊക്കെ പറഞ്ഞ് ആകെ മൊത്തം മണിക്കൂർ ഒന്ന് അവിടെ ഇരിക്കേണ്ടി വന്നു. പിന്നെ ഞാൻ കരുതി സാറിന്റെ ചെറിയ 5:30 വരുള്ളൂ. ഇപ്പോ സമയം 5 ആവുന്നല്ലേ ഉള്ളൂ. ഉത്തമൻ വൈകിയപ്പോ ഞാൻ ചെറുതായിട്ടൊന്ന് പേടിച്ചു. സംഗതി ഉത്തമനെങ്ങാനും മറന്നു പോയിട്ടുണ്ടെങ്കിൽ എന്റെ ഇടപാട് തീർന്നാനെ. ചെറിയച്ചും വരുമ്പോ കാര്യമായിട്ട് എന്തെങ്കിലും കഴിക്കാനില്ലെങ്കിലേ മോഹനേട്ടൻ എന്നെ ചടവട പപ്പടം പിടിക്കുന്നവരെ പൊടിക്കില്ലേ. ഉത്തമൻ ഒരു കാര്യം ഏറ്റതാണ് വക്കീലെ. പിടിച്ച എന്നാ പിന്നെ ഞാൻ ഇറങ്ങണ്ടേ. പിന്നെ സാറ് വരുമ്പോ പറയണം ഞാൻ ഈ സാധനങ്ങളൊക്കെ വാങ്ങി തന്നിട്ടാണ് പോയതെന്ന്. ശരി. ഓ ശരി. സാർ മണി 5 ഇറങ്ങണ്ടേ? ഇറങ്ങുന്നു. എനിക്ക് കൃത്യം 5:15 വീട്ടിലെത്തണം. ഒരു പ്രശ്നമുണ്ട് സാർ. എന്താ? ആ സുഗുണ ഇതുവരെ വന്നില്ല. അവന്റെ അച്ഛനോടെ ഇരിക്കുക. അമ്മാവാ മണി 5 അപ്പൊ ഞങ്ങൾ ഇറങ്ങട്ടെ? അല്ല നിങ്ങളങ്ങനെ പോയാൽ ഞാൻ എന്ത് ചെയ്യും? ഞങ്ങൾക്ക് പോവാതിരിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ അമ്മാവനെ പിടിച്ചിരുത്തിയത് ഞങ്ങളല്ലല്ലോ, മോനേഷ് സാറല്ലേ. അതുകൊണ്ട് ഞങ്ങൾ പോവാ. വീട്ടിലെ കുറച്ച് പണിയുണ്ട്. ശരി. എന്താ പോയിരുന്നത്? സർട്ടിഫിക്കറ്റ് ഒപ്പിട്ട് കൊടുത്തിട്ട് എത്ര നേരമായി? സർട്ടിഫിക്കറ്റ് ഇവിടെ ഇരിപ്പുണ്ട് സാർ. പക്ഷേ സുഗുണൻ ഇതുവരെ വന്നില്ല. അപ്പൊ ഞങ്ങൾ ഇറങ്ങട്ടെ സാറേ, മണി 5. അമ്മാവാ അപ്പൊ പിന്നെ കാണാം. ഒന്ന് മാറിക്കേ. നിങ്ങൾ എന്താ ഈ സോണ ഇങ്ങനെ താമസിക്കുന്നേ? അയാളെ ഫോണിലേക്ക് ഒന്ന് വിളിച്ചു നോക്ക്. ഞാനൊരു 10 പ്രാവശ്യമെങ്കിലും വിളിച്ചു സാറേ. ഫോൺ ആഫാ സാർ. സാർ ഞാൻ ഇറങ്ങാം. പോയിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. ശിവാലയം പോയാലോ? ഇത് ഇവിടെ തനിച്ച സോണ വന്നിട്ട് പോയാൽ മതി. അത് പറ്റില്ല സാർ. റേഷൻ കട അടയ്ക്കുന്നതിന് പോയി മണ്ണെണ്ണ വാങ്ങിക്കണം. ഇന്ന് വാങ്ങിച്ചില്ലേ പിന്നെ അത് കിട്ടില്ല. ആകെ ഒരു ദിവസം കൊടുക്കുന്നത്. ആഫീസ് പൂട്ടണ്ടേ? സാറ് തന്നെ പൊട്ടിയാ മതി. വാതിലിന്റെ മുകളിൽ താക്കോലിരിപ്പുണ്ട്. സാറല്ലേ കയറ്റിയിരുത്തി അമ്മാവനെ. പക്ഷെ എനിക്ക് പോയിട്ട് അത്യാവശ്യമുണ്ട് ശിശുപാല. സാറേ എനിക്ക് അതിനേക്കാൾ അത്യാവശ്യമുണ്ട്. നാളെ കാണാം. വരട്ടെ. അപ്പൊ എല്ലാം പറഞ്ഞല്ലോ സാർ. സോണ എന്താ താമസിക്കുന്നത്? വരേണ്ട സമയം കഴിഞ്ഞില്ലേ? അവന്റെ സ്വഭാവം ഇങ്ങനെയാ സാറേ. ഒരു വഴിക്ക് പോയാൽ പിന്നെ തോന്നുമ്പോഴാ വരുന്നേ. പോയിട്ട് ഒരാഴ്ച കഴിഞ്ഞ് വന്നിട്ടുള്ള സംഭവങ്ങളും ഉണ്ട്. അവൻ വരാതെ എനിക്ക് പോവാൻ പറ്റില്ല. ഈശ്വര, ചെറിയ ചെനിപ്പ വന്നതാണ്. ഹലോ, അതെ. ഇല്ല, മോഹനേട്ടൻ എത്തിയിട്ടില്ല. സാധാരണ 5:15 എത്തുന്നതാണ്. ഇന്നെന്താ വൈകുന്നെന്ന് അറിഞ്ഞൂടാ. വരുമ്പോ അങ്ങോട്ട് വിളിക്കാൻ പറഞ്ഞാ മതിയോ? ശരി, ഞാൻ പറഞ്ഞോളാം. മണി 5:15 പോകുന്നല്ലോ. ഈ മോഹനേട്ടൻ എവിടെ പോയിരിക്കുക? ഞാൻ 5:15 വരും. ചെറിയച്ഛൻ 5:28 വരും. എന്നിട്ട് എവിടെ? ഭഗവാനെ, ചെറിയച്ഛൻ വന്നെന്ന് തോന്നുന്നു. എത്രയായി? 50 രൂപ. ജംഗ്ഷനിൽ നിന്ന് ഇവിടെ വരെ വരാൻ 50 രൂപയോ? അത് കൂടുതല. ഞങ്ങളിവിടെ അതാ ചേട്ടാ വാങ്ങുന്നത്. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ വാങ്ങിക്കാൻ പറ്റില്ലല്ലോ. 40 രൂപയുണ്ട്, അതേ തരും. ജംഗ്ഷനിൽ നിന്ന് ഇവിടെ വരെ വരാൻ 50 രൂപ വേണമെന്ന് അവരതാ വാങ്ങിക്കുന്നതെന്ന്. അതിന് ഇവിടെ ആരാ ഓട്ടോ വിളിക്കുന്നത്? മോഹനേട്ടൻ നടന്നു പോവും, നടന്നു വരും. ഞാനാണെങ്കിൽ സ്കൂട്ടറിലല്ലേ. ചെറിയ വാ, ഞാൻ ചായ എടുക്കാം. മോനേഷ് എവിടെ? മോഹനേട്ടൻ വന്നിട്ടില്ല. വന്നില്ലേ? മണി 5:30 ആവും പോകുന്നല്ലോ. ഇതെന്താ ഇത്രയും താമസിക്കുന്നത്? അറിഞ്ഞൂടാ. ചെറിയച്ഛൻ വരുന്നത് പ്രമാണിച്ച് ഞാൻ 5:15 മുന്നേ എത്തുമെന്ന് പറഞ്ഞു പോയതാണ്. ഇന്നെന്താണ് താമസിക്കുന്നത് അറിഞ്ഞൂടാ. ഒരിക്കലും ഇങ്ങനെ സംഭവിക്കാറില്ല. അവൻ ഇത്രയും വൈകുമെന്ന് അറിഞ്ഞെങ്കിൽ ഞാൻ വില്ലേജ് ഓഫീസിൽ ചെന്നനെ. മോഹനേട്ടൻ ഇപ്പൊ തന്നെ വരും. ചെറിയ ചായ കുടിക്കുമ്പോഴേക്കും ഞാൻ മോഹനേട്ടനെ ഒന്ന് വിളിച്ചു നോക്കാം. വാ.
സാറേ, സാർ ഇങ്ങനെ വേവലാതിപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാതെ ഒരിടത്ത് ഇരിക്കേ. നമുക്ക് എന്തെങ്കിലുമൊക്കെ മിണ്ടിയും പറഞ്ഞു ഇരിക്കാവുന്നേ. എനിക്ക് മിണ്ടി പറഞ്ഞിരുന്നാ പോരല്ലോ, എനിക്ക് വീട്ടിൽ പോണം. അങ്ങനെ സാറ് പോയാൽ ഞാൻ ഒറ്റയ്ക്കാവില്ലേ? അതെവിടുത്തെ മര്യാദയാ? ഹലോ, ഇതെന്താ ആഫീസിൽ നിന്ന് ഇറങ്ങിയില്ല മോനട്ടാ? ഞാനിപ്പോ ഇറങ്ങും. ചെറിയച്ഛൻ വന്നു കൃത്യം 5:28 തന്നെ. മോഹനേട്ടൻ വരാത്തതെന്ന് ചോദിച്ചോണ്ടിരിക്കുക. മോഹനേട്ടൻ 5:13 വരാന്നല്ലേ പറഞ്ഞത്? ഞാനിപ്പോ വരാന്ന് ചെറിയച്ചനോടൊന്ന് പറയും. ചെറിയച്ഛൻ 6:30 പോവും, അത് മറക്കണ്ട. എത്ര നാളുകൂടി ചെറിയച്ഛൻ വന്നതാ? അങ്ങനെ പോയാലോ? ഞാൻ വന്നിട്ട് പോകാൻ പറയൂ, ഞാനിപ്പോ ഇറങ്ങാം. ശരി. ചെറിയച്ഛൻ വീട്ടിൽ വന്നിട്ടുണ്ടല്ലേ? ആ, ഒരു കാര്യം ചെയ്, സാർ ഒരു ഓട്ടോ വിളിച്ച് എന്നെ കയറ്റി വിട്ടാൽ മതി, ഞാനങ്ങ് പോയിക്കോളാം. നേരത്തെ പറഞ്ഞോ? പിന്നെ ഓട്ടോറിക്ഷയ്ക്ക് 200 രൂപയാവും. അത് സാറ് കൊടുക്കണം, എന്നെ ഇല്ല. സാറല്ലേ എന്നെ പിടിച്ച് ഇവിടെ ഇരുത്തിയത്. എന്നാ പിന്നെ മോൻ വരട്ടെ. സാറെനിക്ക് കഷ്ടം. മണി 5:45 ഇവൻ എന്താ ഇങ്ങനെ വൈകുന്നത്? അത് തന്നെ ഞാനും ആലോചിക്കുന്നത്. ആഫീസിൽ എന്തോ ഭയങ്കര തിരക്കുണ്ടെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ കൃത്യം 5 മണിക്ക് തന്നെ മോഹനേട്ടൻ ആഫീസിൽ നിന്ന് ഇറങ്ങുന്നതാ. എന്താ വൈകുന്നതെന്ന് ഞാൻ ചോദിച്ചു. അപ്പൊ ഇപ്പൊ വരാന്നാ പറഞ്ഞത്. മോളെ, ഇത് വലിയ കഷ്ടം തന്നെയാ. ഞാൻ വരുന്നവരെ ഒരാഴ്ച മുമ്പേ അറിയിച്ചതല്ലേ. ആഫീസിൽ അങ്ങനെ ഒരു തിരക്കുണ്ടെങ്കിൽ തന്നെ ഇന്നത്തെ ഒരു ദിവസം അത് മാറ്റി വെച്ചൂടെ? പെട്ടെന്ന് വന്ന എന്തേലും ഒരു തിരക്കായിരിക്കും. അല്ലെങ്കിൽ മോഹനേട്ടൻ എപ്പോഴേ എത്തിയെന്നെ. രാവിലെ പോകുന്നിടത്തിനോട് പ്രത്യേകം പറഞ്ഞതാ ചെറിയച്ഛൻ വരുന്നോണ്ട് നേരത്തെ തന്നെ വരുമെന്ന്. പറഞ്ഞതുകൊണ്ടായില്ലല്ലോ ഭാമേ, ആള് വരണ്ടേ? ഈ സുഗുണം പോയത് ആരെ കാണാനാണെന്ന് അറിയാമോ? ഇല്ല. എവിടാ പോയെന്നറിയാമോ? ഇല്ല. നിങ്ങൾക്ക് പിന്നെ എന്തറിയാം? ഈശ്വര, ഞാൻ ചെറിയത്തിനോട് എന്ത് പറയും? എത്ര നാളുകൂടി ചെറിയച്ഛൻ വന്നതാ. സാറേ, സാറിന് വീട്ടിൽ പോയി ചെറിയച്ഛനെ കണ്ടേ പറ്റൂ. 200 രൂപ ഓട്ടോ കൂലിക്ക് കൊടുക്കാനുമില്ല. ഞാൻ വേറൊരു വഴി പറയാം. എന്താ? സാർ ഈ ആഫീസിന്റെ താക്കോല് തന്നിട്ട് സാർ വീട്ടിൽ പോയിക്കോ. സുഗുണം വരുമ്പോ ഞാനും അവനോട് ആഫീസ് പൂട്ടി വീട്ടിൽ പോയിക്കോളാം. നാളെ രാവിലെ താക്കോലാവും കൊണ്ടുവരും. അങ്ങനെ തോന്നുന്ന കയ്യിൽ താക്കോൽ എടുക്കുന്നത് സത്രമല്ല, സർക്കാർ ഓഫീസാ. ഹലോ മോഹനേട്ട, ഇതുവരെ ഓഫീസിൽ നിന്ന് ഇറങ്ങിയില്ലേ? ഒരു അത്യാവശ്യ കാര്യമുണ്ട്, ഞാനിപ്പോ വരാം. എപ്പോന്ന്? പറഞ്ഞില്ലേ ചെറിയ പോകാൻ തയ്യാറാവുക. ഞാൻ വരാം. ചെറിയച്ഛനോട് വെയിറ്റ് ചെയ്യാൻ പറ സാറേ. ഒരു സഹായം ചെയ്ത് എനിക്ക് സർട്ടിഫിക്കറ്റ് വാങ്ങാൻ നാളെ സുഗുണം ഇങ്ങ് വരട്ടെ. നിങ്ങൾക്ക് എത്ര രൂപ ഓട്ടോ കൂലി വേണ്ടത്? 200 രൂപ ഞാൻ തരാം. എന്തായാലും ഇനി കാത്തിരിക്കാൻ വയ്യ, ഞാൻ ഇറങ്ങുക. മോഹനേട്ടൻ ഉടനെ തന്നെ ഓഫീസിൽ നിന്ന് ഇറങ്ങുന്നാ പറഞ്ഞത്. ഓഫീസിൽ നിന്ന് ഇറങ്ങിയ പെട്ടെന്ന് തന്നെ ഇങ്ങ് എത്തും. അതെങ്ങനെയാ പെട്ടെന്ന് എത്തുന്നത്? 1.5 കിലോമീറ്റർ ഇല്ലേ? ആ ദൂരം നടന്ന് തന്നെ വരണ്ടേ അവൻ? എന്താ സാറേ ഓടുന്നേ? എന്താ ഓടാൻ പാടില്ലേ? ഓ, സാറിന്ന് താമസിച്ചു, അതുകൊണ്ടായിരിക്കും. ശശി, നിന്നെ കണ്ടപ്പോ നീ എന്താ പതുക്കെ പതുക്കെ വരുന്നത് ഞാൻ ചോദിച്ചോ? നീ എവിടെ പോന്നു ഞാൻ ചോദിച്ചോ? ഒന്നുമില്ല. ഇല്ല. പിന്നെന്തിനാ എന്റെ കാര്യം പറയാൻ വരുന്നത്?
മനുഷ്യന് ഭ്രാന്ത് പിടിച്ചേക്കുമ്പോ ഓരോന്ന് ചോദിച്ചു വരും ഓരോന്ന്. നോക്കിക്കോയെ. അവൻ വരുമ്പോ പറഞ്ഞാ മതി 6:25 ബസ്. ഇവിടെ ഇറങ്ങിയിട്ട് ഓട്ടോ കിട്ടിയില്ലെങ്കിൽ നടന്നു പോകേണ്ടി വരും. അങ്ങനെ വന്നാ 10-20 മിനിറ്റ് എടുക്കും അങ്ങെത്താൻ. താമസിച്ചാ ബസ്സും പോവും. എന്തായാലും ചെറിയച്ഛൻ ഇവിടം വരെ വന്നിട്ട് കാണാൻ പറ്റാതായിട്ടുണ്ടെങ്കിൽ മോഹനിട്ടിരുന്നത് ഭയങ്കര വിഷമാവും. ഒരല്പനേരം കൂടെ നിന്നാ മതി, ഓട്ടോറിക്ഷ കിട്ടും. ഇല്ലെങ്കിൽ ഫോൺ ചെയ്താ വരുന്ന ആളുകളുണ്ട്. എന്തിനാ അതിനൊക്കെ പോകുന്നത്? അവ സമയത്ത് വന്നിരുന്നെങ്കിൽ ഈ പ്രശ്നം വല്ലതും ഉണ്ടാവുമായിരുന്നോ? ആഹാ, മോഹനെടുത്താ വരുന്നുണ്ട്. ഇന്ന് ഈ വരട്ടെ, 2 എണ്ണം പറഞ്ഞിട്ട് തന്നെ കാര്യം. ചെറിയ വന്നിട്ട് ഒത്തിരി നേരമായോ? ഞാൻ കുറച്ച് താമസിച്ചുപോയി. കുറച്ചല്ല, ഒരുപാട് താമസിച്ചു പോയി. നീ ഇങ്ങനെയാണോ സ്ഥിരമായി? അല്ല ചെറിയ, ഇന്ന് ഒരു അബദ്ധം പറ്റി, അതുകൊണ്ട് കുറച്ച് താമസിച്ചു പോയതാ. എന്നും ഞാൻ കൃത്യം 5:13 ഇവിടെ എത്താറുണ്ട്. സംശയം ഉണ്ടെങ്കിൽ ബാമയോട് ചോദിച്ചു നോക്ക്. അല്ലേ ബാമേ? അതൊക്കെ ഞാൻ പല പ്രാവശ്യം ചെറിയച്ഛനോട് പറഞ്ഞതാണ്. പക്ഷെ അതുകൊണ്ട് കാര്യമില്ലല്ലോ. ചെറിയച്ഛൻ വന്ന ദിവസം തന്നെ മോഹനട്ട വൈകി. ചെറിയ പറഞ്ഞോ, നമുക്ക് അകത്തിരി സംസാരിക്കാം. ഇനി സംസാരിച്ചുകൊണ്ടിരിക്കാനൊന്നും നേരമില്ല. ഞാൻ ഇറങ്ങിയ. എന്തായാലും നിന്നെ കണ്ടല്ലോ, സന്തോഷം. അടുത്ത പ്രാവശ്യം വരുമ്പോ വിശദമായി സംസാരിക്കാം. ആ പിന്നെ നിന്നോടൊരു കാര്യം ഞാൻ പറയാം. നിനക്ക് തിരക്കുണ്ടാവും, മറ്റു പല പ്രശ്നങ്ങളും ഉണ്ടാവും. പക്ഷേ മറ്റുള്ളവരുടെ കാര്യം കൂടി ഓർക്കണം. പ്രത്യേകിച്ച് എന്നെ പോലെ വയസ്സായ ആളുകളുടെ കാര്യം. വയസ്സായ ആൾക്കാരെ സഹായിക്കാൻ നിങ്ങളൊക്കെയല്ലേ ഉള്ളൂ. ആ ഇപ്പൊ ഞാൻ ഇറങ്ങിയ. ഇതുവരെ വില്ലേജ് ഓഫീസർ എന്ത് ചെയ്യായിരുന്നു? എന്നും 5 മണിക്ക് ഓഫീസിൽ നിന്ന് ഇറങ്ങുന്നല്ലേ? ഇന്നെന്തായിരുന്നു ഇത്ര വലിയ പ്രത്യേകത? ഞാൻ വയസ്സായ മറ്റൊരാളെ സഹായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വയസ്സായ ആളെയോ? ആരെ? സുഗുണൻ നാളെ കൈവശാവാ സർട്ടിഫിക്കറ്റ് വരട്ടെ. അവനെ വെച്ചിട്ടുണ്ട്. എന്റെ 200 രൂപ തിരിച്ചറിയാൻ ഒന്നും നടക്കില്ല. ഏത് സുഗുണന്? ഒരു സുഗുണൻ. അവൻ ആ പേരിട്ട് അവന്റെ അച്ഛൻ ഇനി എന്തെല്ലാം അനുഭവിക്കാൻ കിടക്കുന്നു. തലയിൽ ക്ലോക്കുമായി നടന്ന വില്ലേജ് ഓഫീസർക്ക് ഇങ്ങനൊരു അബദ്ധം പറ്റുമെന്ന് നമ്മൾ ആരും കരുതിയതല്ല. കൃത്യനിഷ്ഠ നല്ലത് തന്നെയാണ്. പക്ഷേ അത്യാവശ്യം വന്നിടത്ത് അത് പ്രയോഗിക്കാൻ മോഹനകൃഷ്ണന് കഴിയാതെ പോയി. എന്തായാലും കയ്യിൽ നിന്ന് പോയ 200 രൂപ നാളെയെങ്കിലും കിട്ടുമെന്ന പ്രതീക്ഷയിൽ ഇന്നത്തേക്ക് പിരിയാം. കാര്യം നിസാരം തുടരും.